വിയറ്റ്നാമിലെ എയർപോർട്ടിനകത്ത് മീൻ കച്ചവടം ഓരോ യാത്രയ്ക്കും പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും. നമ്മൾ പാലസിലെ ബങ്കറിന്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ഉയരം കൂടുന്നതും പിന്നെ കാഴ്ചകളുടെ അങ്ങോട്ട് കുറഞ്ഞു വരുമല്ലോ. ആകാശത്തിന് താഴെയുള്ള ഓരോ സ്ഥലത്തിനും അവകാശികളില്ലേ. മലയോര സ്ഥലത്തുനിന്ന് അയച്ചതാണ്, പക്ഷെ ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. അത്തരത്തിലാണ് വെടിയുണ്ട കൊണ്ട പാടുകളൊക്കെ ഉള്ളത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി. വിയറ്റ്നാമിലെ ദനാങ്ങിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോകുന്നു. രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് 6 മണിക്ക് യാത്ര തുടങ്ങിയതാണ്. ജസ്റ്റ് എയർപോർട്ടിലെത്തി. നമ്മളോടൊപ്പം നമ്മുടെ ലേഡീസ് ഓൺലൈൻ ഗ്രൂപ്പും ഉണ്ട്. അവരോടൊപ്പമുള്ള യാത്ര. അങ്ങനെ ദനാങ് എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ 20 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ഹോച്ചിമിനിലെത്താം. അപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ്. ചെക്ക് ഇൻ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു. വിയറ്റ്നാമിന്റെ പല സ്ഥലങ്ങളിലേക്കും പോകാനുള്ള വിമാനങ്ങളൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ദനാങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രധാനമായിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അതിന്റെ പേരിൽ തന്നെ ലോകത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ സഞ്ചാരികളൊക്കെ എത്തിച്ചേരുന്ന സ്ഥലമാണ്. വീഡിയോ എടുത്തെടുത്ത് ലാസ്റ്റാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ എയർപോർട്ടിനകത്തുള്ള മീൻ കച്ചവടം കണ്ടില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടാ. വിയറ്റ്നാമിലെ എയർപോർട്ടിനകത്ത് മീൻ കച്ചവടം, വലിയ നെയ്മീനും കൂന്തളെല്ലാം തന്നെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ ഡോറിൽ എത്തിക്കഴിഞ്ഞതാ. ഒരു മണിക്കൂർ 20 മിനിറ്റ് നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഹോച്ചിമിൻ സിറ്റിയിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഡൊമസ്റ്റിക് ടെർമിനലാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ദനാങ്ങിൽ നിന്ന് വന്നത് കാരണം ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നമുക്കറിയാലോ. കാരണം എന്ന് വെച്ചാൽ ഓരോ യാത്രയ്ക്കും പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ അത്തരത്തിൽ നോക്കി കാണുകയാണെങ്കിൽ ക്ലൗഡ്സ് ആയിക്കോട്ടെ, അത് കടന്നു വരുന്ന താഴത്തെ ഭൂപ്രകൃതികളായിക്കോട്ടെ, എല്ലാവരും ദനാങ്ങിൽ നിന്ന് നമ്മൾ പറന്നുയർന്ന് കടലാണ് ഒരു സൈഡിൽ, മലനിരകൾ കാണാനുണ്ട്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഉയരം കൂടുന്നതും പിന്നെ കാഴ്ചകളുടെ അങ്ങോട്ട് കുറഞ്ഞു വരുമല്ലോ, ആ ക്ലാരിറ്റിയാണ് കുറയുമല്ലോ. പിന്നെ കുറേ നേരം ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ സ്ഥലത്തിന് മറ്റേതൊക്കെ വേണ്ടി ആൾക്കാരിങ്ങനെ തല്ലു പിടിക്കുമ്പോഴും ഞാൻ എപ്പോഴും യാത്രയിൽ ആലോചിക്കും, ഇങ്ങനെ കടന്നു പോണ വഴിയിൽ എത്രമാത്രം ഈ ഫ്ലൈറ്റ് 800-900 കിലോമീറ്റർ വേഗത്തിൽ പറക്കുമ്പോൾ അതിന് താഴെയുള്ള ആകാശത്തിന് താഴെയുള്ള ഓരോ സ്ഥലത്തിനും അവകാശികളില്ലേ. ഈ കെട്ടിത്തിരിച്ചേക്കണ അതിർവരമ്പുകൾ, കൃഷി സ്ഥലങ്ങളൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള പേരിലൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലാണത്. പലരും ചോദിക്കും നാട്ടിൽ എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോഴിപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ആലോചിക്കും, ഈ കാണുന്ന കടന്നു പോണ വഴികളിലൊക്കെ ആൾക്കാർ ബിസിനസ്സും മറ്റൊക്കെ ആയിട്ടൊക്കെ ജീവിക്കുകയല്ല. അപ്പോൾ എത്രമാത്രം സാധ്യതകൾ നമുക്ക് ചുറ്റും എവിടെ തിരിഞ്ഞാലെന്നുള്ളത്. എനിവേ, അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഇത്തരം പല ചിന്തകളൊക്കെ വരും. അപ്പോൾ അതൊന്ന് പങ്കുവെച്ചതാണ്. ലഗേജ് എടുത്തതിന് ശേഷം പുറത്ത് കിടക്കണം. ഇന്നും നാളെയും ഹോച്ചിമിൻ സിറ്റിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഹോച്ചിമിൻ സിറ്റിയുടെ പകൽ കാഴ്ചകളിലേക്ക് പോകും. നൈറ്റ് ലൈഫ് നമ്മൾ കാണും. അങ്ങനെ നമ്മുടെ പെട്ടി കിട്ടി കഴിഞ്ഞിട്ടാണ്. പെട്ടിമ നോക്കി ഒരു സംഭവം കാണുന്നുണ്ടോ, കംപ്ലീറ്റ് വെടി കൊണ്ട പാടുകൾ, സ്റ്റിക്കർ ഒട്ടിച്ചേക്കണതാണ് കേട്ടോ. വെടി കൊണ്ടതല്ല. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാലും യാത്രയിലെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായിക്കോട്ടെ, ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ മറ്റു ആയിക്കോട്ടെ, കോപ്പി ആയിക്കോട്ടെ, മാറി എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിപ്പോൾ സാംസോണൈറ്റിൻ്റെ ബാഗാണിത്. പല പ്രാവശ്യവും പെട്ടി മാറി എടുത്തുകൊണ്ട് പോകും. പിന്നെ ടെൻഷനാണത്. അപ്പോൾ അതിൻ്റെ പേരിൽ പെട്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിക്ക് മുമ്പുള്ള പെട്ടിയിൽ കുറച്ച് മറ്റ് സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നു. ഇത്തവണ എനിക്ക് സ്റ്റിക്കറൊന്നും കിട്ടിയില്ല. കുറച്ച് വെടിയുണ്ടകൾ തറച്ച പാടിൻ്റെ സ്റ്റിക്കറെ കിട്ടിയത്, അത് ഒട്ടിച്ച് വെച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബാഗ് ഒരു കളർ റിബണ് എന്നതിനേക്കാൾ ഉപരി എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടികളൊക്കെ യാത്രയിൽ മാറിപ്പോകാനുള്ള സാധ്യതകൾ, ആൾക്കാർ മാറിയെടുക്കാൻ സാധ്യത കുറവായിരിക്കും. ചെറിയ റിബണും ചിലപ്പം ശ്രദ്ധയപ്പെട്ടെന്ന് വരില്ല. ഒന്ന് പ്രകടമായിട്ടുള്ളൊരു മാറ്റം, പ്രകടമായിട്ടൊരു വ്യത്യാസം നമ്മുടെ ലഗേജിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നി. എൻ്റെ സ്ഥിരമായിട്ടുള്ള യാത്രയിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ട് എൻ്റെ പേരിലാണ്. അത്തരത്തിലാണ് വെടിയുണ്ട കൊണ്ട പാടുകളൊക്കെ ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഗൈഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവൻ നമ്മുടെ എത്തിയിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരൊക്കെ ടേക്ക് കെയർ ചെയ്ത് അവൻ ലഗേജ് ഒന്നും മിസ്സായിട്ടില്ലല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തി
ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് സിറ്റികളിൽ ചെന്നാലും നമ്മുടെ എക്സ്പെർട്ടായിട്ടുള്ള ഗൈഡുമാരുണ്ടായിരിക്കും. അവർക്ക് ത്രൂ ഔട്ട് സർവീസ്, എയർപോർട്ട് ടു എയർപോർട്ട് സർവീസ് തരും. നമ്മുടെ ബസ് അപ്പുറത്താണ് പാർക്കിങ്, അങ്ങോട്ട് കിടക്കുന്നു. പാലസിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞു. ഇൻഡിപെൻഡൻസ് പാലസ് അല്ലെങ്കിൽ റീയൂണിഫിക്കേഷൻ പാലസ് എന്ന് ഇത് അറിയപ്പെടുന്നു കേട്ടോ. ഇതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരു ബിൽഡിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. കാരണം യുദ്ധസമയത്തിൻ്റെ 80% ബോംബിട്ട് തകർത്ത് ആദ്യകാലത്തെ രൂപം ഈ രീതിയിലായിരുന്നെങ്കിൽ പിന്നീട് അത് നല്ല രീതിയിൽ അത് പുതുക്കിപ്പണത്. അപ്പോൾ ആ സമയത്ത് പ്രസിഡൻറ്റും ടീമൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണത്. ഒരുപാട് മീറ്റിങ്ങുകളും മറ്റുകളൊക്കെ ആ വിയറ്റ്നാമിന് വേണ്ടിയിട്ടുള്ള സുപ്രധാന മീറ്റിങ്ങുകളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആധുനിക കാലത്തിൻ്റെ രീതിയിലേക്ക് മാറ്റിയെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കാരണം ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ വിയറ്റ്നാം യാത്രയിൽ പ്രത്യേകിച്ച് ഹൊച്ചിമിൻ എത്തുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ യുദ്ധ സമയത്ത് പ്രസിഡന്റിന് രക്ഷപ്പെടാനുള്ള ബങ്കർ സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ എല്ലാവരും ഒരുക്കിയിട്ടുണ്ട്. ഹെലിപാഡ് സൗകര്യങ്ങളുണ്ട്, അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളിലൂടെയാണ് കേട്ടോ ഈ ഇത് കടന്നു പോകുന്നത്. കടന്നു പോകാമെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, എല്ലാ സ്ഥലങ്ങളിലുള്ള നല്ല വീതി നീളം. നമ്മൾ പല പാലസുകളൊക്കെ കാണുമ്പോൾ ഇടുങ്ങിയ വഴികളും മറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാത്തിനും അതിവിശാലമായ രീതിയിലാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചേക്കുന്നത്. നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ പാലസിലെ ബങ്കറിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബങ്കറിൻ്റെ അകത്തുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അവരുടെ ഓഫീസ് സൗകര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ബങ്കറുകളിൽ ഒളിച്ച് എന്ന് പറയും. ഇതാണ് ബങ്കർ. ബങ്കർ മീൻസ് നമ്മളെ നോർമൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് പോയിട്ട് താഴെ അവർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളും മറ്റുമൊക്കെ ബങ്കറിൻ്റെ പാർട്ടാണ് കേട്ടോ. ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രസിഡന്റിൻ്റെ ബങ്കറൊക്കെ അതിൻ്റെ പേരിൽ. അപ്പോൾ ഒത്തിരി നമ്മൾ താഴേക്ക് വന്നാലാണ് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കും. വീണ്ടും അടിയിലേക്കുണ്ട്, വീണ്ടും അടിയിലേക്ക് 2, 3, 4 നിലകൾ ഇങ്ങനെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പുറത്ത് എത്ര വലിയ ബോംബിങ് ഉണ്ടായിരുന്നാലും അടിയിലുള്ളവരൊക്കെ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുള്ളതാണ് പ്രത്യേകത. തട്ടായിട്ട് അടിയിലേക്കുള്ള വഴികളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പം അങ്ങോട്ട് പ്രവേശനമില്ല. അതുപോലെ ഒരുപാട് സൗകര്യങ്ങളെല്ലാം തന്നെ ഒരു ഓഫീസ് മുറികൾ, ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളുടെ സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പഴയകാല ടൈപ്പ് റൈറ്ററുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഓരോ നാടും അവർ പോരാടി നേടിയ സ്വാതന്ത്ര്യമൊക്കെ കാണേണ്ടതും പറയേണ്ടതൊക്കെയാണ്. ഇന്ത്യയുടെ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് വികാരം ഉണ്ടാക്കുമെങ്കിലും ഓരോ ജനതയും അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ളത് ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കണ്ടും കേട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ രാജ്യത്തും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, കാഴ്ചകൾ കാണുന്നതിനേക്കാളപ്പുറം അവരുടെ ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പാലസ് കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഹൊച്ചിമിനിലെത്തുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സെൻട്രൽ പോസ്റ്റ് ഓഫീസ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്.
പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ എത്തിയിട്ടാ. നോട്ടർഡാം കത്തീഡ്രലിന്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ, അതായത് ഹോച്ചിമിൻ സിറ്റിയിലെ നോട്ടർഡാം എന്ന് പറയുമ്പോൾ നമ്മളിതിക്ക് മുമ്പ് നമ്മൾ യൂറോപ്യൻ യാത്രയിൽ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന്റെ നിർമ്മാണം 1800-കളിലാണ്, 1800 കാലഘട്ടത്തിലാണ് ഇതൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഹോച്ചിമിൻ സിറ്റിയുടെ അതുപോലെ തന്നെ വിയറ്റ്നാമിന്റെ പ്രധാന ലാൻഡ്മാർക്കുകളിലൊന്നാണ് ഈ പറയുന്ന ഈ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. സൈഗോൺ എന്നും കൂടി ഒരു പേരും കൂടി ഉണ്ട് ഈ സ്ഥലത്തിന്. സൈഗോൺ എന്ന് പറഞ്ഞാൽ മലബാർ, കൊച്ചി അങ്ങനെയൊക്കെ തിരിച്ച് നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ടായിരുന്നല്ലോ മുമ്പ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതുപോലെ ഇവിടെ സൈഗോൺ എന്നുള്ള പേരിലാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അകത്ത് പോയിട്ട് കാഴ്ചകൾ കാണാൻ ഇവിടെ നിന്ന് പുറത്തുനിന്ന് അതിമനോഹരമായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ അത് പ്രധാന ഒരു ഐക്കോണിക് പോയിൻ്റാണ്. എന്നതിനാൽ തന്നെ അകത്ത് പോയാൽ കുറച്ച് സൊവനീർസ് സംഭവങ്ങളൊക്കെ മേടിക്കാം. അതുപോലെ തന്നെ പുറത്തപ്പം തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പ്രിൻ്റ് അടിച്ച് തരും. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ചേച്ചിമാരുടെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് അടിച്ച് 100 രൂപ, ഇന്ത്യൻ രൂപ കൊടുത്താൽ അവർ എടുക്കും കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. പുറത്തുനിന്നുള്ള കാഴ്ച, അകത്ത് പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് വരുമ്പോൾ ടൂർ ഡെസ്കുകൾ, ഇവിടുത്തെ ലോക്കൽ ടൂറുകൾ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു സൈഡിൽ പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഓഫീസിൻ്റെ നമുക്ക് ഈ വശത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാർഡൊക്കെ മേടിച്ച് സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മുടെ പേരിൽ നമുക്കത് സെൻഡ് ചെയ്യാവുന്നതാണ്. നല്ല പെർഫ്യൂംസൊക്കെ വെക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പെർഫ്യൂംസൊക്കെ? ആ പെർഫ്യൂമിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ വിയറ്റ്നാമി കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്ന സ്ത്രീകളെ പോലെ തോന്നിക്കുന്ന കുപ്പികളാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ പോസ്റ്റ് ഓഫീസ് വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് കാർഡുകളും സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇവിടുത്തെ അടുത്ത കടകളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ പോസ്റ്റ് കാർഡൊക്കെ മേടിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. യാത്രയിലെ ചില അനുഭവങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഇറ്റലി ചെന്ന സമയത്ത് ഇതുപോലെ നമ്മൾ റോമിൽ നിന്ന് ഇതുപോലെ കാർഡ് മേടിച്ച് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ ആയി പിടിച്ചെന്ന് തോന്നുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു ഓർമ്മയില്ല. നമ്മൾ എഴുതി നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അയക്കാം, നമുക്ക് സ്വന്തമായിട്ട് അയക്കാം. ഇതുപോലെ എനിക്ക് കിട്ടാണ്ട് പോയിട്ടുണ്ട്. തായ്ലൻഡിൽ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയപ്പോൾ തായ്ലൻഡിൻ്റെ വേറൊരു സൈഡ്, നോർത്തേൺ സൈഡിൽ പോയ സമയത്ത് ഒരു മലയോര സ്ഥലത്ത് നിന്ന് അയച്ചതാണ്. പക്ഷേ ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കൊല്ലം 1.5 ആയി തോന്നുന്നുണ്ട് അയച്ചിട്ട്. ഇതൊക്കെയാണ്. ഒരുപാട് മറ്റ് സൊവനീർസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സിം കാർഡ് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും. അതുപോലെ ഹാൻഡ് മെയ്ഡാണ് ഈ സൊവനീർസൊക്കെ. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. യൂറോപ്യൻസും എല്ലാവരും ഈ കാർഡ് മേടിച്ചിട്ട് അയക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ വിയറ്റ്നാമി ജ്വല്ലറി ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇത്തരത്തിലുള്ള ആഭരണങ്ങളോട് താല്പര്യമുള്ളവർക്ക് അത് പുതിയ അനുഭവമായിരിക്കും. വീഡിയോ എടുക്കുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അതിൻ്റെ മോഡലുകളൊക്കെ ഒരു പക്ഷേ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നിലവിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വണ്ടി കയറിയിട്ട് നേരെ ഹോട്ടലിലേക്ക് ഞാനും നമ്മുടെ ചേച്ചിമാരും കൂടിയിട്ട് യാത്ര തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ട്. അപ്പോൾ നിങ്ങളും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പായിട്ടോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ യാത്ര ആഗ്രഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറുകളിൽ വിളിക്കുക. റോയൽ സ്കൈ ഹോളിഡേയ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുതരും. ലോകത്തെ എവിടേക്കുള്ള യാത്രകളാണെങ്കിലും നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ടൂറുകളൊക്കെ ആണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുമാർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് തീരുമാനിക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മാക്സിമം ക്വാളിറ്റി ടൂറ് 100% സാറ്റിസ്ഫാക്ഷൻ ഉറപ്പ് വരുത്തി തന്നെ ആയിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം തന്നെ. ഞാനവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആള് വന്നപ്പോഴേക്കും പ്രിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് കാര്യം നമ്മുടെ കയ്യിൽ ക്യാമറയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരെ വരുമ്പോൾ ഇവർക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഇവർക്ക് വലിയ പ്രതീക്ഷയാണത്. നമ്മളത് മേടിക്കും എന്നൊക്കെ ഉള്ളത്. മേടിച്ചില്ലെങ്കിൽ അവരുടെ ആ ചിരി മുഖത്തുനിന്ന് മായും ഈ ഫോട്ടോ എന്തായാലും മേടിച്ചു. അപ്പോൾ നിങ്ങൾ യാത്ര പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ഒരാളെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുമെങ്കിൽ ഒരു ഫോട്ടോ, ബാഗോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം, ഒരു കരിക്കോ മേടിച്ചിട്ട് നിങ്ങൾ കുടിക്കുന്നതിലൂടെ അതിലൂടെ സഹായം അവർക്കും കൂടി കിട്ടുകയാണത്. പിന്നെ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. റൂമിലൊക്കെ വന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം കുറച്ച് സമയമൊക്കെ എല്ലാവരും വിശ്രമിച്ച് ഒരു 1.5 മണിക്കൂറൊക്കെ വിശ്രമിച്ചതിന് ശേഷം നമ്മുടെ ചേച്ചിമാരോടൊക്കെ ഷോപ്പിങ്ങിന് പൊക്കോളാൻ പറഞ്ഞ് ഇവിടെ നമ്മൾ ബെൻതൻ മാർക്കറ്റ്, ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ബെൻതൻ മാർക്കറ്റ് കോവിഡിന് മുമ്പുള്ള വീഡിയോയിലാണ് കേട്ടോ. ഞാനിപ്പോൾ രണ്ടാമത് പോയിട്ട് ഷൂട്ട് ചെയ്തില്ല. എനിക്ക് 1-2 മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നിലിരുന്നു. അപ്പോൾ അതിന് ശേഷം അപ്പോൾ അവർ നടന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പിംഗ് എല്ലാം നടത്തിയിട്ടുണ്ട്.
എനിക്ക് കുറച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ കോപ്പി ചെയ്യണമായിരുന്നു. അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു, വേറെ പേഴ്സണൽ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തീർത്തിട്ട് നമ്മൾ ഭക്ഷണത്തിന് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ പോകുന്ന സിറ്റികളിൽ ഏറ്റവും നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലാണ് നമ്മൾ ഫുഡ് കൊടുക്കാറ്. ചില സമയത്ത് ഇവർ ആവശ്യപ്പെടും വിയറ്റ്നാമീസും മറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ അത്തരം ട്രൈ ചെയ്യാറുണ്ട്. അത്തരത്തിലിവിടെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ വലിയ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിന്നർ ഇവിടെ നിന്നാക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെയുള്ളവർക്കുള്ള റൂമുകൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ റൂമിലേക്ക് കയറുന്നു. ഇവിടുത്തെ 522 നമ്പർ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. റൂമിൻ്റെ കാഴ്ചകൾ കാണാം. റൂമിലേക്ക് കയറി വരുമ്പോൾ കണ്ട നല്ല മനോഹരമായിട്ടുള്ള ബെഡ്, അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള റൂമാണ്. നമ്മുടെ ബാഗൊക്കെ ഇവിടെ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ റൂമിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രഞ്ച് നിർമ്മാണ രീതികളൊക്കെ അതിൻ്റെ പേര് തന്നെ മൊത്തത്തിലുള്ള ഇടനാഴികളായിക്കോട്ടെ, ബാൽക്കണി ആയിക്കോട്ടെ, ഇതൊക്കെ അതിനൊക്കെ ഒരു പ്രത്യേകതകൾ കാണാൻ സാധിക്കും ഇവിടുത്തെ കൺസ്ട്രക്ഷനിലെല്ലാം തന്നെ. കുടിക്കാൻ വെള്ളം, ടീ ബാഗ്, ഇത്തരം ആൻറ്റീസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ടോയ്ലറ്റിൻ്റെ കാഴ്ചകൾ കാണാം. യെസ്, ടോയ്ലറ്റ് എപ്പോഴും ഇന്ത്യൻ ഫ്രണ്ട്ലി ആവാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ ഫ്രണ്ട്ലി ആണ്. ടിഷ്യൂ ഉണ്ട്, ഹെൽത്ത് പോസ്റ്റ് ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഷൂട്ട് ചെയ്യുന്നത് DJ-യുടെ ക്യാമറയിലാണ്. യാത്രയിലൊക്കെ ഇങ്ങനെ നമ്മൾ തിരക്ക് പിടിച്ച യാത്രയിലൊക്കെ ഇതാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇവരോടൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് പറഞ്ഞേക്കാണത്. അപ്പോൾ ഞാനും ടയേർഡാണെന്ന് പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റതാണ്. അപ്പോൾ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ.